ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ നിയന്ത്രണ രേഖയിലുണ്ടായ പാക് ഷെല്ലാക്രമണത്തിൽ സൈനികന് വീരമൃത്യു. 4 കുട്ടികൾ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടു, 50 പേർക്ക് പരിക്ക്. പൂഞ്ച് സെക്ടറിൽ നിരവധി വീടുകൾ തകർന്നു. കരനാവിക വ്യോമസേനകൾ അതീവ ജാഗ്രതയിലാണ്. വിവരങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, ഇന്ത്യ അടിച്ചതിന് ശേഷമുള്ള പാക് ഷെല്ലാക്രമണത്തിലാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്, ആളുകളുടെ ജീവൻ നഷ്ടമായത്. അതിൻ്റെ വിവരങ്ങൾ, അതുപോലെ തന്നെ എത്രമാത്രം ജാഗ്രതയിലാണ് സേനകൾ? സ്വാതി, ഇന്ത്യയുടെ തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ ഗ്രാമങ്ങളെ ലക്ഷ്യമാക്കി ഈ പീരങ്കി മോട്ടോർ ഷെൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണ് ചെയ്തത്. ഇന്നലെ ഒരു ജവാനും വീരമൃത്യുണ്ടായി പൂഞ്ച് ജമ്മു സെക്ടറിലുള്ള. അതുപോലെ തന്നെ 4 പിഞ്ചുകുട്ടികളും അതേപോലെ നിരവധി സ്ത്രീകൾക്കും അടക്കം 4 പിഞ്ചുകുട്ടികൾ മരിക്കുകയും നിരവധി സ്ത്രീകൾക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തു. ഇപ്പോൾ മരണസംഖ്യ 13ആണ്, 50ഓളം പേർക്ക് പരിക്കുണ്ട്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതിന് കനത്ത തിരിച്ചടി സ്വാതി ഇന്ത്യൻ കരസേന നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള പാക് സേനയുടെ പ്രകോപനമില്ലാത്ത വെടിവെപ്പ് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ ഉന്നയിച്ചിരുന്നു. കാരണം ഒരു സംഘർഷവുമില്ലാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ യാതൊരുവിധ സംഘർഷവുമില്ലാത്ത സ്ഥലത്ത് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഏകപക്ഷീയമായി ലംഘിച്ചാണ് പാക് സൈന്യം വെടിവെക്കുന്നത് എന്നായിരുന്നു ഇന്ത്യൻ പ്രതിനിധി UN സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതെന്നും UN സെക്യൂരിറ്റി കൗൺസിലിന് ഇന്ത്യ എഴുതി നൽകിയ സത്യവാങ്ങിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് ഇന്നലെ ഇന്ത്യ നടത്തിയ ഷെല്ലാക്രമണത്തിൽ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ഒരു ഡാം അടക്കം നിരവധി സ്ഥാപനങ്ങൾ തകർത്തു എന്നാണ് പാകിസ്ഥാനിലെ ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം, അതിർത്തി അശാന്തമാണ്, കനത്ത സംഘർഷം തുടരുന്നു. ആ സംഘർഷത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഷെൽ മോട്ടോർ ആക്രമണം നടത്തുന്നത് സ്വാതി. അതേപോലെ തന്നെ പഞ്ചാബിലും അതേപോലെ ഇതേ രീതിയിൽ തന്നെ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്താരി മേഖലയിൽ പഞ്ചാബ് അതിർത്തിയിലുള്ള ജനങ്ങളോട് ഷട്ടറിൽ മാറി താമസിക്കാൻ ഇന്ന് രാവിലെ മുതൽ ഇന്ത്യൻ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ നിയന്ത്രണ രേഖയിൽ നിന്നുള്ള മാറിയുന്നുണ്ട്. പഞ്ചാബ് അതിർത്തിയിലേക്ക് സംഘർഷം വ്യാപിക്കുമെന്ന ഇന്ത്യൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു മാറ്റിപ്പാർപ്പൽ നടപടി പഞ്ചാബ് സെക്ടറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പഞ്ചാബ് സെക്ടറിൽ ഇതുവരെ ഒരു വെടിവെപ്പ് അതിർത്തിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രകോപനം പാകിസ്ഥാൻ കാണിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിന് അതിർത്തിയോടനുബന്ധിച്ച പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് ജനങ്ങളെ, ഗ്രാമവാസികളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ കരസേന. അതേപോലെ നമുക്ക് ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കാൻ പാക് സൈന്യത്തെ പാക് പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയാണ് ഇന്ത്യൻ വ്യോമ കരസേന സൈന്യങ്ങൾ നടത്തുന്നത്. അത് ബോംബെ അതേപോലെ തന്നെ ഗുജറാത്ത് തീരങ്ങൾക്ക് സമീപമായിട്ട് അറബിക്കടലിൽ ഇന്ത്യയുടെ 2 പ്രധാനപ്പെട്ട ഫ്ലീറ്റുകൾ, യുദ്ധക്കപ്പലുകളുടെ പട തന്നെ അവിടെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ജാഗ്രത കൂട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുക. അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് തീവ്ര അലേർട്ട് ആണ്, അത് ഡാർക്ക് റെഡ് അലേർട്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കാരണം ഏതൊരു മത്സ്യബന്ധന ബോട്ടിനെയും അതേപോലെ ഏതൊരു നൗകയും ഏതൊരു ഷിപ്പിനെയും പരിശോധിക്കാനുള്ള അധികാരം അതോടുകൂടി കോസ്റ്റ് ഗാർഡിന് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോംബെ തീരത്തും ഗുജറാത്ത് തീരത്തുള്ള എല്ലാ മത്സ്യബന്ധന ബോട്ടുകളെയും ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് പരിശോധിക്കുകയാണ്. കാരണം ഒരു സൂയിസൈഡ് ബോട്ട് അറ്റാക്ക് ഇന്ത്യൻ നാവിക കപ്പലുകൾ കയറി നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയെ തുടർന്നാണ്, അല്ലെ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു പരിശോധനയും കോസ്റ്റ് ഗാർഡ് നടത്തുന്നത്. വ്യോമാതിർത്തിയിൽ ഇപ്പോൾ 18 വിമാനത്താവളങ്ങൾ നിലവിൽ ഇപ്പോൾ വ്യോമസേനയുടെ ഓപ്പറേഷൻ കയ്യിലാണ്, ഓപ്പറേഷൻ ലിസ്റ്റിലാണ്. അതിൽ അമൃത്സർ അതേപോലെ ശ്രീനഗർ അതൊക്കെ ഇന്നലെ തന്നെ വ്യോമസേന ഏറ്റെടുത്തിരുന്നു. ഇന്ന് ഭുജും രാജ്കോട്ടും ഇപ്പോൾ വ്യോമസേന നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം. യാതൊരുവിധ സുരക്ഷാ പാഴ്ചയും പാടില്ല എന്നുള്ള വ്യക്തമാണ്. അതേപോലെ തന്നെ ഇന്ന് പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ ഭരണകക്ഷി NDA ഓൾ പാർട്ടി യോഗം വിളിച്ചിട്ടുണ്ട്. ഓൾ പാർട്ടി യോഗം ഇന്ന് 11 മണിക്ക് പാർലമെന്റിൽ നടക്കും. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം സർവകക്ഷി
യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധാരണയായി പങ്കെടുക്കാറില്ല. സഭയുടെ നേതാവായ രാജ്നാഥ് സിംഗാണ് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുക. ഈ ഇന്നത്തെ പ്രത്യേക യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കോൺഗ്രസും ഇതുതന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഈ യോഗത്തിലെങ്കിലും പങ്കെടുക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും ഇന്നത്തെ ഓൾ പാർട്ടി മീറ്റിംഗ് 11 മണിക്ക് പാർലമെൻറ്റ് ഹൗസിൽ വെച്ച് ചേരും. ഈ രാജ്യത്തിലെ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന ഒരു സന്ദേശം നൽകുക എന്നതിലുപരി ഓൾ പാർട്ടിയിൽ സർവകക്ഷി യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു അജണ്ട. ഇത് നേരത്തെ തന്നെ പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ സർവകക്ഷി യോഗം വിളിച്ച രാജ്നാഥ് സിംഗ് എല്ലാ കക്ഷി നേതാക്കളെയും കാര്യങ്ങൾ ബ്രീഫ് ചെയ്തിരുന്നു, അല്ലെ വിശദീകരിച്ചിരുന്നു. ഇതിൻ്റെ തിരിച്ചടിക്കണമെന്നൊരു തീരുമാനം ആ സർവകക്ഷി യോഗത്തിലെടുത്തതാണെന്ന് കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത CPM പ്രതിനിധി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സർവകക്ഷി യോഗം സ്വാതി വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിരിക്കും ലോകത്തിന് നൽകുക. സ്വാതി. ശരി ശരത് ലാൽ, എന്തായാലും വലിയ തരത്തിലുള്ള ജാഗ്രതയോടുകൂടി തന്നെയാണ് രാജ്യം ഈ ഒരു അവസരത്തിൽ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയുള്ള തുടർ നടപടികളൊക്കെ ഏത് രീതിയിലാകും എന്നുള്ളത് അറിയുവാനായി.